പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സകലതും നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവ്. സകലതും നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവാത്മാവിൽ വ്യക്തമായി ഇന്ന് രാത്രികാലം ആലോചന അറിയിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ആലോചന പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവാത്മാവരെ സകലവും നന്മയ്ക്കാക്കി തീർക്കണമെങ്കിൽ നമ്മളുടെ ആശ്രയം മനുഷ്യരിൽ ആകരുത്. പലപ്പോഴും നമ്മൾ മനുഷ്യരെ ആശ്രയം വയ്ക്കുന്നവരാണ്. നമ്മൾ സ്വതന്ത്രരായി ഇരുന്നു കൊണ്ട് നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിഷയത്തിന് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവരുടെ കരങ്ങളിൽ കൊടുത്തിട്ട് നമ്മൾ പറയും ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ആ വിഷയത്തിനൊന്ന് പരിഹാരം കാണുന്ന നിലയിൽ ദൈവം അവിടുന്ന് പ്രവർത്തിക്കണം. മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ചോദിക്കും, അതിന് വിടുതലുണ്ടാകുമോ, എൻ്റെ വിഷയത്തിന് പരിഹാരം കാണുമോ, എൻ്റെ വിഷയത്തിനൊരു മാറ്റം ഉണ്ടാകുമോ, അതെന്ന് മാറ്റമുണ്ടാകും, എപ്പം മാറ്റം കിട്ടും, എങ്ങനെ സംഭവിക്കും എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നൊരു സാഹചര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ ആലോചന പ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിശ്ചയമായും ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടും. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പലപ്പോഴും നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തുമ്പോൾ, പരാജയത്തിൻ്റെ മേഖലകളിൽ കടന്നു പോകുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു വചനത്തിൽ കൂടി പറയുന്നു, ആമേൻ, ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാനിടയായി തീരണം. നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്ത് മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഭേദമെന്ന് പറയുന്നത് നമ്മൾ ഡയറക്ടർ, നമ്മെ അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവിൻ്റെ പദ്ധതി വെളിപ്പെടും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദാനിയേൽ 3 ആഴ്ചവട്ടം ദൈവസന്നിധിയിൽ ശ്രദ്ധ വെച്ച 1-ാം ദിവസത്തിൽ തന്നെ ദൈവാത്മാവ് മറുപടി കൊടുത്തു. പക്ഷെ പാർസി പ്രഭു അതിനെ തടയുവാനിടയായി തീർന്നു. എന്നാൽ വീണ്ടും 3 ആഴ്ചവട്ടക്കാലം 21 ദിവസവും ദൈവസേനയിൽ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവാത്മാവ് താൻ ഏത് വിഷയത്തിനാണോ പ്രാർത്ഥിച്ചത് ആ വിഷയത്തിന് മറുപടി കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നത്, നീ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവാത്മാവ് നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാനിടയായി തീരും. എന്നിട്ട് പറയുന്നു, അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. കർത്താവിൻ്റെ ആലോചന പ്രകാരം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് സകലതും നന്മയ്ക്കായിട്ട് ദൈവാത്മാവിനെ പ്രവർത്തിക്കുവാനിടയായി തീരും.
ആമേൻ. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ആമേൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 18-ാമത്തെ, ഇപ്പോഴോ കഷ്ടതകൾ വരാനിരിക്കുന്ന മഹത്വത്തോട് താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല. അതിൻ്റെ 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മൾ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ, കർത്താവിൻ്റെ പ്രവൃത്തി നമ്മിൽ വരുമെന്ന് നാം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, ആമേൻ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തിൻ്റെ തേജസ് നമ്മിലേക്കൊന്ന് പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും നമുക്ക് വിഷയമല്ലെന്നേ. കഷ്ടങ്ങളൊന്നും നമ്മളെ വല്ലാതെ അലട്ടിക്കളയുകയൊന്നുമില്ല. 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. അപ്പൊ ദൈവം നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ ഒരു വാക്യം കൂടെ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, യോസേപ്പിനോട് സഹോദരന്മാർ ദോഷം ഉദ്ദേശിച്ചെങ്കിൽ ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർത്തു. യോസഫിനെതിരെ സഹോദരങ്ങൾ തിന്മ പ്രവർത്തിച്ചെങ്കിൽ ദൈവം അതിനെ നന്മയാക്കി മാറ്റുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ, വിഷയങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് തയ്യാറാണെങ്കിൽ നിശ്ചയമായും നന്മയ്ക്കായി ദൈവാത്മാവിന് പ്രവർത്തിക്കുവാനിടയായി തീരും. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.